സെന്റ് സെബസ്റ്റ്യാൻസ് ഫോറോന ചർച്ച് കുട്ടിക്കാട് അമ്പു തിരുനാളിന് ഏറ്റവും പ്രാധാന്യം അമ്പു തന്നെയാണ്. അതുപോലെ പ്രാധാന്യം തന്നെയാണ് ചെർലേം. കുട്ടിക്കാട് അമ്പു തിരുനാളിന് ചെർലേം ഉണ്ടോ? ഇല്ല. അപ്പോ പിന്നെ അമ്പു തിരുനാൾ ഉണ്ടോ? ഇല്ല എന്നു പറയുന്നതല്ലേ ശരി. അമ്പു സമുദായം ഉണ്ടായിരുന്നപ്പോൾ ചെർലേം ഉണ്ട്. അമ്പു സമുദായം താൽക്കാലികമാണ്. അത് അമ്പു തിരുനാളിന് ഉള്ളതാണ്. കുടുംബ സമ്മേളന യൂണിറ്റ് വന്നപ്പോൾ ചെർലേം ഇല്ല. അമ്പു സമുദായം എന്നതിന് എത്ര എണ്ണം രൂപീകരിക്കും എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കുടുംബ സമ്മേളന യൂണിറ്റ് പള്ളിയുടെ നിയന്ത്രണത്തിൽ ഇത്ര വീട്ടുകാർ എന്നും അത് സ്ഥിരമായി ഉള്ളതുമാണ്. കുടുംബ സമ്മേളന യൂണിറ്റ് എന്ന് പറഞ്ഞ് ചെർലേം പോലെ ഇപ്പോൾ എന്തോ സ്വന്തമായി ഉണ്ടാക്കി സെബസ്റ്റ്യാനോസിന്റെ കൂടുകൾ കൊണ്ടു നടക്കുന്നു. എന്താണ് ചെർലേം? ചെല്ലം വയ്ക്കുന്ന ആലയം, ചെല്ലാലയം. ചെർലേം ചെല്ലം എന്നുവച്ചാൽ ഫോട്ടോ, അത് ചില്ലിട്ട് വയ്ക്കുകയാണ് പതിവ്. അതിൽ നിന്നുമാണ് ചെല്ലം എന്ന വാക്ക് വന്നതാകാം. വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ ചിത്രം വച്ചിരിക്കുന്ന മരത്തിന്റെ കൂടിനെയാണ് ചെർലേം എന്ന് പറയുന്നത്. പൊതുവെ അർത്തുങ്കൽ വെളുത്തച്ഛന്റെ ചിത്രമാണ് ചെർലേത്തിൽ വയ്ക്കുക. പണ്ടുകാലത്ത് ചെർലേം വാടകയ്ക്ക് എടുക്കുകയാണ് പതിവ്. ചെർലേങ്ങൾ വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് പൊതുവെ എടുക്കുന്നത്. കൊടകരയാണ് ചെർലേങ്ങൾ വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലം. വിശുദ്ധ സെബസ്റ്റ്യാനോസിന് മാത്രമേ ചെർലേം ഉള്ളൂ. എല്ലാ വിശുദ്ധന്മാർക്കും മറ്റും രൂപക്കൂടുണ്ട്. വിശുദ്ധ സെബസ്റ്റ്യാനോസിനും രൂപക്കൂടുണ്ട്. പക്ഷേ ചെർലേം മറ്റു വിശുദ്ധന്മാർക്കോ മാതാവിനോ യേശുക്രിസ്തുവിന് വരെ ഇല്ല. അത് സെബസ്റ്റ്യാനോസിന് മാത്രമാണ് ഉള്ളത്. മറ്റാർക്കും ഫോട്ടോ കൂടിനുള്ളിൽ വയ്ക്കുന്നത് കാണാൻ കഴിയില്ല. ചെർലേം പൊതുവെ അമ്പു തിരുനാളിന് വഹിക്കുന്നത് ഹൈന്ദവരാണ്. ഇവിടെയാണ് കുഴപ്പം. ആചാരപരമായ കാര്യങ്ങളിൽ നിന്നും മറ്റു മതസ്ഥരെ ഒഴിവാക്കി നിർത്തുക എന്നുള്ള വാക്കുകൾ അമ്പു തിരുനാളിന് നാം പൊതുവെ കേൾക്കുന്നതാണ്. കാരണം വിശ്വാസപരമായി ഹൈന്ദവർ വിശുദ്ധ സെബസ്റ്റ്യാനോസിനോട് അത്രക്കും ചേർന്നിരിക്കുന്നു. ചെർലേം വഹിക്കുന്നത് കൊശവ സമുദായത്തിൽപ്പെട്ട വിഭാഗക്കാരാണ്. പക്ഷേ അവർ നേർച്ചയുടെ ഭാഗമായാണോ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് അറിയാമോ? കൊടകരയിൽ പോയി ചെർലേം വാടകയ്ക്ക് എടുക്കുമ്പോൾ അതിന്റെ തുക പറയുക ചെർലേത്തിന് മാത്രമായിരിക്കും. പക്ഷേ ചെർലേത്തോടൊപ്പം അത് പിടിക്കുന്ന കൊശവ സമുദായക്കാർ ഉണ്ടാകും. താഴെക്കാട് സെന്റ് സെബസ്റ്റ്യൻസ് ചർച്ച്, കൊരുട്ടി സെന്റ് മേരീസ് ചർച്ച് തുടങ്ങി പല പള്ളികളിലും ഹൈന്ദവർ പല ചടങ്ങുകളും ആരാധനയും അനുഷ്ഠാനങ്ങളും നടത്തുന്നുണ്ട്. അതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമായാണ്. അത്തരം ഒരു പ്രവൃത്തിയാണോ അമ്പു തിരുനാളിന് വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ ചെർലേം പിടിക്കുന്നത്? തൃശൂർ ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും പള്ളികളിലേക്ക് ചെർലേം എടുക്കുന്നത് കൊടകരയിൽ നിന്നുമാണ്. അമ്പു തിരുനാൾ ദിവസം ചെർലേങ്ങൾ എല്ലാമായി ലോറിയിൽ കൊടകരയിൽ നിന്നും പള്ളികളിലേക്ക് വരും. ചെർലേം അമ്പു തിരുനാളിന്റെ ദിവസം മുഴുവൻ സമയവും ഹൈന്ദവരായ കൊശവ സമുദായക്കാർ കൂടെ ഉണ്ടാകും. കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കി തലച്ചുമടിന് വീടുകൾ കയറി ഇറങ്ങി നടന്നു വിൽക്കുന്നതുകൊണ്ടാണ് കൊശവ സമുദായക്കാർ ചെർലേം പിടിക്കാൻ വരുന്നെന്നും പറയുന്നു. സാമ്പത്തികമായാണോ നേർച്ചയായാണോ കൊശവ സമുദായക്കാർ ചെർലേം പിടിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ചെർലേം രാവിലെ പള്ളിയിൽ നിന്നും അമ്പ് ഇറങ്ങുന്നത് മുതൽ പന്തലിലേക്കും പിന്നീട് രാത്രി പന്തലിൽ നിന്നും പള്ളിയിലേക്കും ചെർലേം പിടിക്കുന്നത് ഹൈന്ദവരായ കൊശവ സമുദായക്കാരാണ്. പക്ഷേ രാത്രിയിൽ പന്തലിൽ നിന്നും പള്ളിയിലേക്കുള്ള തിരിച്ചുപോക്ക് വളരെ ഏറെ മണിക്കൂറുകൾ സമയം എടുക്കുന്ന പ്രദക്ഷിണമാണ്. ആ അമ്പു പ്രദക്ഷിണത്തിൽ ചെർലേം പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെ വളരെയേറെ ക്ഷമ ആവശ്യമായ ഒന്നാണ്. പക്ഷേ ഇന്നോ ചെർലേം പോലും ഇല്ല. 4 മരപ്പലക കൂട്ടുവെച്ച കൂട്, ചിലപ്പോൾ നൽകമ്പി വെൽഡ് ചെയ്ത് തകരം മറിച്ച കൂട്, അതിൽ ചിലപ്പോൾ സെബസ്റ്റ്യാനോസിന്റെ ഫോട്ടോ അല്ലെങ്കിൽ രൂപം, അത് കണ്ട വണ്ടിയുടെ പുറത്തു വച്ച് കെട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുന്നതും കാണാം. ചില സ്ഥലങ്ങളിൽ ഇതൊന്നുമില്ലാതെ വെറുതെ വണ്ടിയിൽ സെബസ്റ്റ്യാനോസിന്റെ രൂപം വച്ചും കാണാം. ഇത്രക്കുമൊക്കെ മോശമാവസ്ഥയിലായി ചെർലേം എന്നത്. കുട്ടിക്കാട് ദേവസ്യാം പുണ്യാളന്റെ അമ്പു തിരുനാളും ഇല്ലാതായി എന്നത് ഒരു സത്യം മാത്രം.